ഈ പടം കാണിക്കുമ്പോൾ വേറൊരു തമിഴ് പ്രൊഡ്യൂസർ, തെലുങ്ക് പ്രൊഡ്യൂസർ അവിടെ വന്നിരുന്ന് ഈ മലയാള പടം ചെറിയ പെൻ ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ എഴുതിയെടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തത് ശരിയായില്ലെന്ന് ഉടനെ അയാൾ തിരിച്ചു പറഞ്ഞത്, ഇത് പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം? നിങ്ങളുടെ കഥയല്ലല്ലോ, നിങ്ങൾ ഒരു സിനിമയിൽ നിന്ന് ഒരു കഥ മോഷ്ടിച്ചു, അതേ സിനിമയിൽ നിന്ന് ഞങ്ങളും മോഷ്ടിച്ചു, അത്രയേ ഉള്ളൂ. കെ ബാലകൃഷ്ണനെ അറിയാമല്ലോ, പഴയ കൗമുദി കെ ബാലകൃഷ്ണൻ. അദ്ദേഹം നിശ്ചിതമായ നിരൂപണമൊക്കെ എഴുതുന്ന ആളാണ് ഈ സിനിമകൾ വരുമ്പം. അപ്പോൾ അദ്ദേഹം അന്നെഴുതിയ റിവ്യൂ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അദ്ദേഹം അന്നെഴുതിയ റിവ്യൂ എങ്ങനെയെന്ന് വെച്ചാൽ, ഒരു വളരെ മോശം ഒരു സിനിമ കണ്ടു, അപ്പോൾ ഇത് ഒരു വലിയ ഇംഗ്ലീഷ് നോവലിൻ്റെ കഥയാണ് എന്ന് പഴവിള രമേശൻ പറയുന്നു. പഴവിള സിനിമകൾ ഏറ്റവും കൂടുതൽ അടിച്ചു മാറ്റിയതിൻ്റെ ഒരാൾ നീല പ്രൊഡക്ഷൻ തന്നെയാണെന്ന് പറയാം. പക്ഷേ അദ്ദേഹം സാഹിത്യകൃതികളിൽ നിന്നല്ല, ആ സിനിമകളിൽ നിന്ന്, ആ സിനിമകൾ കണ്ടിട്ട് അതിൽ നിന്നാണ് അദ്ദേഹം മോഷണം നടത്തിയത്. ചലച്ചിത്ര വിചാരത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ പലരും ചോദിക്കുന്നത് ഈ മോഷണം കുറേ കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ്. കാരണം ഒരു സമയത്ത് വരുന്ന പടങ്ങളെല്ലാം മോഷണം എന്ന് നമ്മൾ പറയുമായിരുന്നു, അതിൽ കുറേ കഴമ്പും ഉണ്ടായിരുന്നു. ഇപ്പം മോഷണം കുറഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട്. കുറഞ്ഞു എന്ന് പറയാൻ കഴിയില്ല, പക്ഷെ മോഷണത്തിൻ്റെ ശൈലിയൊക്കെ മാറിപ്പോയിട്ടുണ്ട്. ഒന്ന് തിരിഞ്ഞ് നമ്മൾ ആലോചിച്ചാൽ, പഴയ കാലഘട്ടത്തിൽ മോഷണം എന്ന് പറഞ്ഞാൽ മിക്കവാറും ഹോളിവുഡ് സിനിമകളെ ആയിരിക്കും മോഷ്ടിക്കുക. വേറെ സിനിമകളൊന്നും ആർക്കും അറിഞ്ഞുകൂടാ. ചൈനീസ് ഫിലിം, കൊറിയൻ പടം, ഇതൊന്നും ആർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ ഹോളിവുഡ് സിനിമകളായിരിക്കും മോഷ്ടിക്കുക. അതിന് ബേസ് ചെയ്യുന്ന വലിയ ക്ലാസിക് പുസ്തകങ്ങളൊക്കെ ഉണ്ട്. ആ പുസ്തകമൊന്നും ഇവർ വായിച്ചിട്ടൊന്നുമില്ല, സിനിമാക്കാർ വായിച്ചിട്ടൊന്നുമില്ല. ഇവർ ഈ വന്ന സിനിമകൾ മാത്രമേ കാണുന്നുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് റബേക്ക, ഡാഫ്നെ ദു മൊറി എഴുതിയൊരു നോവലാണ്, വളരെ പ്രസിദ്ധമായ നോവലാണ്. ഈ നോവലിനെയാണ് ഹിച്ച്കോക്ക് സിനിമയാക്കിയത്. പക്ഷേ ഹിച്ച്കോക്ക് സിനിമയാക്കിയതാണ് നമ്മൾ ഈ മോഷ്ടിക്കുന്നവർ കണ്ടിട്ടുള്ളത്, അല്ലാതെ അവർ ആ നോവൽ വായിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അത് നമ്മുടെ ശ്രീകുമാർ തിയേറ്ററിൽ, തിരുവനന്തപുരത്ത് ശ്രീകുമാർ തിയേറ്ററിലാണ് ഇത്തരം ഇംഗ്ലീഷ് സിനിമകൾ വരുന്നത്. അവിടെ പറഞ്ഞു കേട്ടിട്ടുള്ളത് മുതലാളിക്ക് വേണ്ടി, പി സുബ്രഹ്മണ്യത്തിന് വേണ്ടി പ്രത്യേക ഷോ വയ്ക്കുമെന്നാണ്. അതിലേതെങ്കിലുമൊക്കെ മോഷ്ടിക്കാൻ പറ്റിയതാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം അവിടെ വെച്ച് തന്നെ അതിൻ്റെ ഏർപ്പാടുകളൊക്കെ അങ്ങ് ചെയ്യും. അങ്ങനെ ഈ പടത്തിന് അദ്ദേഹം ഉറങ്ങാത്ത സുന്ദരി എന്ന പേരിലാണ് ഒരു മലയാളം റീമേക്ക് ഉണ്ടാക്കിയത്. ഇതുപോലെ പല സാഹിത്യകൃതികളെക്കുറിച്ചോ അതെഴുതിയവരെക്കുറിച്ചോ ഒരു ജ്ഞാനവും ഇല്ല. പക്ഷേ സിനിമ തിയേറ്ററിൽ കാണുമ്പോഴുള്ള ഇവരുടെ ഒരു താല്പര്യം, ആ താല്പര്യം വെച്ചിട്ട് മോഷ്ടിക്കുന്നു. അങ്ങനെ സുബ്രഹ്മണ്യം മോഷ്ടിച്ച മറ്റൊരു കഥ ഞാൻ ഓർക്കുകയാണ്. അത് ആർ.എൽ. സ്റ്റീവൻസൻ്റെ ഡോക്ടർ ജെക്കിൾ ആൻഡ് മിസ്റ്റർ ഹൈഡ് എന്ന് പറഞ്ഞ ഒരു നോവലുണ്ട്, വളരെ പ്രസിദ്ധമാണ്. പക്ഷേ അത് സിനിമയായി വന്നതാണ് നമ്മുടെ പ്രൊഡ്യൂസർ കണ്ടിട്ടുള്ളത്. ആ സിനിമ വന്നപ്പോൾ സ്പെൻസർ ട്രേസിയാണ് ആ റോൾ അഭിനയിച്ചത്. ആ റോളെന്ന് പറഞ്ഞാൽ 2 റോളാണ്, ഒരേ വ്യക്തിയാണ്. അതായത് ഡോക്ടർ ജെക്കിളും മിസ്റ്റർ ഹൈഡും. ഡോക്ടർ ജെക്കിൾ ഒരു നല്ല വ്യക്തിയാണ്, പക്ഷേ ഈ ഡോക്ടർ ജെക്കിൾ സമൂഹത്തിലെ ദുഷ്ടതകളെയൊക്കെ അടിച്ചമർത്തണമെന്ന് തോന്നുമ്പോൾ, അതിന് പ്രതികാരം ചെയ്യണമെന്ന് തോന്നുമ്പം അയാളൊരു ഔഷധം കഴിക്കുന്നു. അങ്ങനെ മിസ്റ്റർ ഹൈഡായിട്ട് മാറുന്നു. അപ്പോൾ എന്ത് നീചപ്രവൃത്തിയും ചെയ്യാൻ അയാൾക്കൊരു മടിയുമില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ രാസലഹരി പോലെ ഒരു സംഭവമാണത്. അങ്ങനെ ഈ ഔഷധം കഴിച്ച ശേഷം അയാളുടെ സ്വഭാവം മാറുകയും അയാൾ പല കൊലപാതകങ്ങളൊക്കെ നടത്തുകയും ഒക്കെ ചെയ്യുമ്പം അയാളെ പിടികൂടാൻ കഴിയുന്നില്ല. കാരണം ഇത് തമ്മിൽ ഒരാളാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരവസ്ഥയാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഏറ്റവും ഒടുവിൽ യഥാർത്ഥ കൊലപാതകിയെ പിടികൂടുന്നതോടുകൂടിയാണ് സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ ഇത് സുബ്രഹ്മണ്യം സിനിമയാക്കിയപ്പോൾ അതിൻ്റെ പേര് കറുത്ത രാത്രികൾ എന്നാക്കി. കറുത്ത രാത്രികളിൽ ഈ സ്പെൻസർ ട്രേസിയുടെ റോൾ അഭിനയിച്ചത് മധു സാറാണ്. പക്ഷേ മധുവിനെ കൊണ്ട് അങ്ങനെ അഭിനയിപ്പിക്കുകയല്ല ചെയ്തത്. അതിലെ കഥാപാത്രങ്ങളുടെ പേര് ശാന്തൻ, ഉഗ്രൻ എന്നാണ്. അത് നല്ല പേരുകളാണ്. പക്ഷേ ആ പേരിൻ്റെ അവകാശം CI പരമേശ്വരൻ പിള്ളയ്ക്കാണ്. നമ്മുടെ അതുല്യ നടനാണ്, നാടക നടനാണ് CI പരമേശ്വരൻ പിള്ള. അദ്ദേഹം പണ്ട് ഈ 2 കഥാപാത്രങ്ങളെ വെച്ച് ഒരു
ഏകാഭിനയം നടത്തിയിട്ടുണ്ട്. അന്ന് ഈ കഥാപാത്രങ്ങൾക്ക് ഇട്ടുകൊടുത്ത പേരാണ് ശാന്തൻ, ഉഗ്രൻ. അപ്പോൾ അങ്ങനെ ശാന്തനും ഉഗ്രനുമായിട്ട് മധു പ്രത്യക്ഷപ്പെടുന്നു. പക്ഷേ ഈ ശാന്തൻ തൻ്റെ മുഖഭാവത്തിലൂടെ ഉഗ്രനായിട്ട് മാറുകയില്ല. അങ്ങനെയാണ് സ്പെൻസർ ട്രേസ് ചെയ്തിരുന്നത്. ഇവിടെ ഒരു മാസ്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഒരു ഭീകരനായ ഒരു ജന്തുവിൻ്റെ മാതിരിയുള്ള മാസ്ക് ഉണ്ടാക്കി മധുവിൻ്റെ മുഖത്ത് വയ്ക്കുകയാണ്. അങ്ങനെയാണ് ഇദ്ദേഹം ഈ ഉഗ്രനെ ഉണ്ടാക്കിയത്. അപ്പോൾ ഇനി വേറൊരു രസം എന്താ വെച്ചാൽ ഈ പടം പരാജയപ്പെട്ടപ്പോൾ നമ്മുടെ കെ ബാലകൃഷ്ണനെ അറിയാമല്ലോ, പഴയ കൗമുദി കെ ബാലകൃഷ്ണൻ. അദ്ദേഹം നിശ്ചിതമായ നിരൂപണമൊക്കെ എഴുതുന്ന ആളാണ് ഈ സിനിമകൾ വരുമ്പം. അപ്പോൾ അദ്ദേഹം അന്നെഴുതിയ റിവ്യൂ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അദ്ദേഹം അന്നെഴുതിയ റിവ്യൂ എങ്ങനെയെന്ന് വെച്ചാൽ, ഒരു വളരെ മോശം ഒരു സിനിമ കണ്ടു, അപ്പോൾ ഇത് ഒരു വലിയ ഇംഗ്ലീഷ് നോവലിൻ്റെ കഥയാണ് എന്ന് പഴവിള രമേശൻ പറയുന്നു. പഴവിള രമേശൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രസിദ്ധനായ കവിയാണ്. അന്ന് കൗമുദി വാരികയിൽ ജോലി ചെയ്യുകയാണ് സബ് എഡിറ്ററായിട്ട്. അപ്പോൾ അത് ആരായാലും അയാൾ അത്ര കേമൻ എഴുത്തുകാരനൊന്നുമില്ല, അയാൾ വെറും മോശം എഴുത്തുകാരനാണ് എന്നാണ് കെ ബാലകൃഷ്ണൻ എഴുതിയിട്ടുള്ളത്. ഒന്ന് നോക്കി, ആ മനുഷ്യൻ ഏറ്റവും നന്നായി എഴുതിയൊരു നോവൽ വളരെ മോശമായിട്ട് പകർത്തി വെച്ച് കഴിഞ്ഞപ്പം അതിൻ്റെ പേര് ദോഷം ഈ വ്യക്തിക്കാണ് കിട്ടുന്നത്, ഈ എഴുത്തുകാരനാണ് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ ഈ സാഹിത്യകൃതികൾ, ഇത്തരം സിനിമകൾ ഏറ്റവും കൂടുതൽ അടിച്ചു മാറ്റിയതിൻ്റെ ഒരാൾ നീല പ്രൊഡക്ഷൻ തന്നെയാണെന്ന് പറയാം. പക്ഷേ അദ്ദേഹം സാഹിത്യകൃതികളിൽ നിന്നല്ല, ആ സിനിമകളിൽ നിന്ന്, ആ സിനിമകൾ കണ്ടിട്ട് അതിൽ നിന്നാണ് അദ്ദേഹം മോഷണം നടത്തിയത്. പിന്നെ അതാരും അക്കാലത്ത് ശ്രദ്ധിച്ചിട്ടുമില്ല. കാരണം പലർക്കും ആ കൃതികൾ അറിയില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഡാഫ്നെ ദു മൊറിയെ എന്ന് പറഞ്ഞ റബേക്ക എഴുതിയ ഉറങ്ങാത്ത സുന്ദരി എന്നുള്ള എഴുതിയ ഡാഫ്നെ ദു മൊറിയെ എഴുതിയ ഒരു കഥയാണ് ഉത്തരം. പവിത്രൻ സംവിധാനം നിർവഹിച്ച് MT വാസുദേവൻ നായർ സ്ക്രിപ്റ്റ് എഴുതിയ ഉത്തരം, സ്കേപ്പ് ഗോട്ട് എന്നു പേരുള്ള ഒരു നോവൽ ഇതുപോലെ സിനിമയിൽ വന്നിട്ട്, അത് സിനിമ എന്ന് പറഞ്ഞാൽ പുസ്തകത്തെ സിനിമയാക്കിയതല്ല, ആ പേരിൽ ഹോളിവുഡ് സിനിമ ഉണ്ടാവുകയും ആ ഹോളിവുഡ് സിനിമയിൽ നിന്ന് മെരിലാൻഡ് സിനിമ എടുക്കുകയും ചെയ്തു. അതിൻ്റെ പേരെന്താണെന്നറിയോ? മധുവിധു എന്നാണ്. മധുവിധു. അതിലാണ് ആദ്യമായിട്ട് വിൻസെൻ്റ് പ്രധാന വേഷത്തിൽ, ഒരു ഡബിൾ റോളാണ് അഭിനയിക്കുന്നത്. അത് മധുവിധു എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതും ഒട്ടും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു സിനിമയായിട്ട് അത് മാറി. ഇങ്ങനെ പലതരം മോഷണങ്ങൾ നടക്കുന്നതിനിടയ്ക്ക് മോഷ്ടിക്കണമെന്ന് മനസ്സാ വാച കർമ്മണ ചിന്തിച്ചിട്ടില്ലാത്ത ചിലർ പറ്റിക്കും. ഒരു ഉദാഹരണം പറയാം. KS സേതുമാധവൻ്റെ വളരെ മനോഹരമായ സിനിമകളിലൊന്നാണ് ഒരു പെണ്ണിൻ്റെ കഥ. ഒരു പെണ്ണിൻ്റെ കഥ പുറത്തു വന്നപ്പം ആദ്യം നല്ല അപ്രീസിയേഷനൊക്കെ ആയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ആളുകൾ പറയാൻ തുടങ്ങി ഇതൊരു ഹോളിവുഡ് സിനിമ മോഷ്ടിച്ചതാണ്. ദി വിസിറ്റ് എന്നു പേരുള്ള ഒരു ഹോളിവുഡ് സിനിമ മോഷ്ടിച്ചതാണെന്ന് പറയുന്നു. അപ്പോൾ ഇത് വലിയ പ്രശ്നമൊക്കെ ആയി. പിന്നെ വർഷങ്ങൾക്ക് ശേഷം സേതുമാധവനുമായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു ഇതെങ്ങനെയാണ് സംഭവിച്ചത്. അപ്പോൾ അദ്ദേഹം വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ കഥ പറഞ്ഞു തന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞെങ്ങനെയെന്ന് വെച്ചാൽ, ഒരു ചെറുപ്പക്കാരൻ, സിനിമയോട് വലിയ താല്പര്യമുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു കഥയും കൊണ്ടുവന്നു. അപ്പോൾ കഥ വായിച്ചു നോക്കിയപ്പം വളരെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് അയാളുടെ കഥ, അയാളുടെ പേര് വയ്ക്കുക മാത്രമല്ല അയാളുടെ പടവും കാണിച്ചിട്ടുണ്ട് ആ പടത്തിൽ. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഇതെടുക്കുകയായിരുന്നു. പക്ഷേ ഇത് റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് വിസിറ്റിൻ്റെ മോഷണമാണെന്നുള്ളത് മനസ്സിലാവുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് പല പ്രശ്നങ്ങളും ഇദ്ദേഹത്തിനുണ്ടായി. കാരണം മദ്രാസിലെ ഒരു തിയേറ്ററിൽ ഈ പടം കാണിക്കുമ്പോൾ വേറൊരു തമിഴ് പ്രൊഡ്യൂസർ, തെലുങ്ക് പ്രൊഡ്യൂസർ അവിടെ വന്നിരുന്ന് ഈ മലയാള പടം ചെറിയ പെൻ ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ എഴുതിയെടുക്കുന്നുണ്ടായിരുന്നു. എഴുതിയെടുത്തിട്ട് അതൊരു തെലുങ്ക് പടമായിട്ട് അത് പുറത്തിറക്കിയപ്പം നാഷണൽ അവാർഡിന് ഈ ഒരു പെണ്ണിൻ്റെ കഥയോ അതും പോയപ്പോൾ ആ തെലുങ്ക് പടത്തിനാണ് അവിടെ അവാർഡ് കിട്ടിയത്. കാരണം മലയാളത്തിൽ നിന്ന് വേറെയും പടങ്ങളുണ്ടല്ലോ. അപ്പം ഇങ്ങനെ ഒരു ദുഃഖകരമായ സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം സേതുമാധവൻ പുള്ളിയോടൊരു പരാതി പറഞ്ഞു, അതങ്ങനെ ചെയ്തത് ശരിയല്ലെന്ന്. ഉടനെ അയാൾ തിരിച്ചു പറഞ്ഞത്, ഇത് പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം? നിങ്ങളുടെ കഥയല്ലല്ലോ, നിങ്ങൾ ഒരു സിനിമയിൽ നിന്നൊരു കഥ മോഷ്ടിച്ചു,
അതേ സിനിമയിൽ നിന്ന് ഞങ്ങളും മോഷ്ടിച്ചു, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഒഴിവാകുകയാണ് ആ നിർമ്മാതാവ് ചെയ്തത്. അപ്പം ഈ തരത്തിൽ അക്കാലത്ത് ഈ ഹോളിവുഡ് സിനിമകളാണ് എപ്പോഴും മോഷണത്തിന് വിധേയമായിരുന്നത്. പക്ഷേ ഇന്ന് സ്ഥിതിയൊക്കെ മാറി. ഇന്ന് ചൈനീസ് ഫിലിമുണ്ട്, കൊറിയൻ പടം, അങ്ങനെയൊക്കെയുള്ള ധാരാളം സിനിമകൾ, ഇറാൻ, ആ സിനിമകൾ ആണ് മോഷ്ടിക്കാറുള്ളത്. പക്ഷേ അത് മോഷ്ടിക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ ഇത് മോഷ്ടിച്ചു എന്നുള്ളത് ഇതിൻ്റെ ഒറിജിനൽ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് പേടിച്ചാണ് മോഷ്ടിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം വന്നാൽ അതിനൊരു റൈറ്റ്സ് വാങ്ങാൻ ഇവർ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ധാരാളം സിനിമകൾ ഇതുപോലെ മോഷ്ടിച്ച് സിനിമ എടുത്തിട്ടുള്ള പ്രിയദർശൻ, അദ്ദേഹം ഈ ഇറാനിയൻ ഫിലിം ചിൽഡ്രൻ ഓഫ് ഹെവൻ അത് റീമേക്ക് ചെയ്തപ്പോൾ അത് ഒഫീഷ്യലായിട്ട് അതിൻ്റെ പെർമിഷൻ വാങ്ങി അത് അനൗൺസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. കാരണം കാലം മാറിയത് അദ്ദേഹം അംഗീകരിച്ചു എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് ഈ മോഷണത്തിൻ്റെ കാലം അവസാനിച്ചിട്ടില്ല, പക്ഷേ ഇപ്പോൾ അതിൽ ചില മാറ്റങ്ങളുണ്ട് എന്ന് മാത്രം.